ആശയം നോട്ട് ഈക്വൽ ടു ആമാശയം എന്നുള്ള സാധനം നമുക്ക് കൺഫേം ആക്കാൻ പറ്റും. ഞാൻ എപ്പോഴും ഒരു കഥ എഴുതുമ്പോൾ ഒരിക്കലും ഒരു തുടക്കം, ഒരു മിഡിൽ, ഒരു അവസാനം എന്നൊരു കോൺസെപ്റ്റിലല്ല തുടങ്ങുന്നത്. റൈറ്റിംഗ് എനിക്കൊരു വളരെ ഒരു ഓർഗാനിക് പ്രോസസ്സാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും എനിക്കൊരു ധാരണയില്ല. അപ്പം അങ്ങനത്തെ ഒരു സ്പേസിൽ ശരിക്കും പറഞ്ഞാൽ ഇത്തവണ ഞാൻ ടൊറോണ്ടോ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പോയപ്പോൾ എൻ്റെ നേരത്തെ പടങ്ങൾ കണ്ട ആൾക്കാരാണ് ഇത് കൂടുതലും എൻ്റെ അടുത്ത് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് ദർ ഇസ് എ കോമണാലിറ്റി ദാറ്റ് ഒരു സെർച്ച് എന്നൊരു എലിമെൻറ്റ് ഇസ് ദെയർ ആൻഡ് ഒരു ചൈൽഡ് എന്നൊരു പെർസ്പെക്റ്റീവ് ഇസ് ദെയർ. ഈ രണ്ട് എന്തുകൊണ്ടെന്ന് പറയുമ്പോൾ ഐ വാസ് ഷോക്ക്ഡ് ബിക്കോസ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഐ ഡിഡ്ന്റ് ഈവൻ think in that space. Then I started questioning myself. Maybe I'm searching for something. കേട്ടല്ലോ, ഇങ്ങനെയാണ് ഗീതു മോഹൻദാസിന്റെ കഥ, അവരെഴുതുന്ന കഥ അവരുടെ ഉള്ളിൽ സ്റ്റോറി ബിൽഡ് ആവുന്നത്. അതായത് ഒരു അറ്റവും മൂല്യമൊന്നും ഉണ്ടാവില്ല, മനസ്സിലായി? ഒരു കഥ എഴുതി തുടങ്ങുമ്പോൾ അവർക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ല. ആ ക്ലാരിറ്റി ഇല്ലായ്മയാണ് ഇവരുടെ ക്ലാരിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ക്ലാരിറ്റി ഇല്ലായ്മയിൽ ക്ലാരിറ്റി ഉണ്ടാക്കിയ ഒരു പടത്തിന് ഒരു കഥ എഴുതി വെച്ച് അതിനിപ്പോൾ ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും മാസ് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ടോപ്പ് മോസ്റ്റ്, ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള, ഏറ്റവും ഔട്ട്പുട്ട് വന്നിട്ടുള്ള ഒരു ആക്ടറിനെ നിങ്ങൾക്ക് കിട്ടി. പിന്നെ ഒരുപാട് കിടിലൻ ആക്ട്രസുകൾ നിങ്ങൾക്ക് കിട്ടി. കാശ് ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഇറക്കാൻ പ്രൊഡ്യൂസറെ കിട്ടി. എല്ലാം നിങ്ങളിതിൽ സെറ്റായി. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ വരുന്ന സിനിമ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാരിറ്റി ഇല്ലാത്ത കഥകളുമായിട്ട് പോയിട്ട് വല്ല കാര്യമുണ്ട്. അതാണ് സ്ക്രീനിൽ നിന്ന് കണ്ടത്. ഒരു അത്തും മുത്തും കിട്ടാത്തൊരു സാധനം. നിങ്ങൾക്ക് തന്നെ ഒരു 10 വട്ടിട്ട് കണ്ടിട്ടും കൺഫ്യൂഷനായിട്ട് എവിടേക്കോ വെട്ടി മുറിച്ചിട്ട പോലെ നമുക്ക് തോന്നിയതല്ലേ? മനസ്സിലായില്ലേ? അതായത് ആ ഒരു റൊമാൻസിൽ ഒരു കിസ് ചെയ്യുന്ന സീൻ പോലും എന്താണ് ചിന്തിക്കാതിരുന്നത്? അത് മീൻസ് അത് ഐ ഫീൽ ദാറ്റ് മൈ പർപ്പസ് ഇസ് നോട്ട് ടു ഇങ്ങനെ കാണിച്ചാലേ ലവ് ഫീൽ ചെയ്യണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ മൈ ഓഡിയൻസ് ഇസ് നമ്മൾ അവർ സൊസൈറ്റി ഈസ് കണ്ടീഷൻഡ് ഇൻ എ സർട്ടൻ വേ. നമ്മൾ അവരെ പ്രൊവോക്ക് ചെയ്തിട്ട് കാര്യമില്ല, ടിൽറ്റിലേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ദിസ് ഇസ് സിനിമ, അത് നോ, യു ഹാവ് ടു സ്ലോലി ഇൻട്രൊഡ്യൂസ് ദം, slowly make them comfortable. ഞാൻ അതാ വിശ്വസിക്കുന്നത്. അപ്പോൾ ആസ് എ ഫിലിം മേക്കർ ഇറ്റ് ഇസ് an added responsibility that people are comfortable when they watch with their family, with their spouse, whatever. If they are conditioned in a certain way in their thoughts, then I need to make them very comfortable. ടോക്സിക് കാണാൻ എന്താണെങ്കിലും ഫാമിലി ആയിട്ട് പോകാൻ പറ്റില്ല. ഇനി അത് പോട്ടെ, ഈ ഒറ്റയ്ക്ക് കയറുന്ന ആൾക്കാർ തന്നെ, ഇപ്പോൾ കുട്ടികളും വേണ്ട, ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ആൾക്കാരും സ്ത്രീകളും വിടുക. അത്യാവശ്യം വയലൻസ് കാണുന്നതോ അല്ലെങ്കിൽ അത്യാവശ്യം ഗാങ്സ്റ്റർ മൂഡിലുള്ള പടങ്ങൾ കാണുന്ന ഒരു വ്യക്തി കയറി കണ്ടാലടക്കം ഒരു രീതിയിലും അവരെ സാറ്റിസ്ഫൈ ചെയ്യില്ല, ഒരു രീതിയിലും അവരെ കംഫർട്ട് ആക്കില്ല. അത്രയും സീനാക്കിയിട്ട് ഒരു പടം എടുത്ത് വയ്ക്കും. നിങ്ങൾ എന്ത് കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ചാണ് ഈ പറയുന്നത്? നിങ്ങൾ എന്ത് കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് ഒരു വൃത്തം കിട്ടത്തില്ല. എന്താ പറയുക, നമ്മളെ ഓരോ കാശിനും വില ഉണ്ട്. നമ്മൾ ഈ മുടക്കണേ ഇപ്പോൾ പഴയ പോലെ 50-60 കിട്ടില്ല, 110 രൂപയ്ക്ക് കിട്ടുന്ന തന്നെ റയറാണ് ടിക്കറ്റ്. പക്ഷേ ഇത് അറ്റ്ലീസ്റ്റ് ഒരു വണ്ടിയിൽ ഇപ്പോൾ ഞാൻ പറയും 3 ആളൊരു പടത്തിന് പോകുമെന്ന് വിചാരിച്ചു, 200 രൂപ വെച്ചിട്ടാണെങ്കിൽ 600 രൂപ വണ്ടിയിൽ എണ്ണ അടിക്കുന്ന പൈസ വേറെ, പ്ലസ് അവിടുത്തെ ഒരു ചായയും ഒരു കേക്കും കഴിച്ചാലടക്കം 100 രൂപ പോയി. അങ്ങനെ 3 ആളെ ചിലവ് 2000 രൂപയ്ക്കാണ് 2-3 ആൾക്കാർ ഒരു ദിവസം ഒരു പടം കാണുന്നത്. ഇനി ഒറ്റൊരുത്തം കണ്ടാൽ തന്നെ അത് എത്രയായി? എന്നാലും ആയി 10-600 രൂപ. ഈ 10-600 രൂപ മുടക്കി ഒരാൾ പടം കാണുമ്പോൾ നിങ്ങളെ തോന്നിയ ഇഷ്ടത്തിന് നിങ്ങളിപ്പോൾ പറഞ്ഞത് അപ്പം മാറ്റി പറഞ്ഞ് നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് മാറ്റി നിങ്ങളൊരു ക്ലാരിറ്റി ഇല്ലാതെ എന്ത് ആവശ്യത്തിന്, എന്തിനാണ് മനുഷ്യൻ്റെ മനസ്സമാനം കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പടം എടുത്ത് വരുന്നത്?